സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നോക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 19ാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയായത്. 19ാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയായത് കമ്പാലയിലാണ്. ഉഗാണ്ടയിലെ കമ്പാലയിലാണ് 19ാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയായത്. ഉഗാണ്ടയിലെ കമ്പാല. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം റഷ്യയാണ്. റഷ്യ. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. 2024 ബ്രസീലിലാണ് നടന്നത്. 2025 ദക്ഷിണാഫ്രിക്ക. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഈ 5 രാജ്യങ്ങൾക്കാണ് 2024 ജനുവരിയിൽ നടന്ന ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ചത്. ഈ 5 രാജ്യങ്ങളുടെയും പേരുകൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണം. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. UN ഏത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? 2024 എന്ത് വർഷമായിട്ടാണ് UN പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ്. അന്താരാഷ്ട്ര ഒട്ടക വർഷം ഏതാണ്? 2024. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ്? കുവൈറ്റ് ദിനാറാണ്. കുവൈറ്റ് ദിനാർ. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 4ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 4ാം സ്ഥാനം. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി ദാവോസ് ആണ്. സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായിട്ട് ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ WHO എന്നത്. ആപ്ലിക്കേഷന്റെ പേര് ഹിയർ WHO. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാന ജേതാവ് ആരാണ്? തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനുസ്. മുഹമ്മദ് യൂനുസ്. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം മൗണ്ട് ലെവോട്ടോബി ലാക്കിലാക്കിയാണ്. മൗണ്ട് ലെവോട്ടോബി ലാക്കിലാക്കി. എവിടെയാണ്? ഇന്തോനേഷ്യയിൽ. ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗതക്കുരുക്കുള്ള നഗരം ഏതാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള നഗരം ലണ്ടൻ. 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 93ാം സ്ഥാനമാണ്. ഇന്ത്യയുടേത് 93ാം സ്ഥാനം.
2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കൂടുതലുള്ള രാജ്യം ഏതാണ്? കൂടുതലുള്ളത് സൊമാലിയയിലാണ്. സൊമാലിയ. കുറവ് ഡെൻമാർക്ക്, കൂടുതൽ സൊമാലിയ. ഇന്ത്യയുടെ സ്ഥാനം 93. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏതാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഇൻസ്റ്റാഗ്രാം. ചാറ്റ് GPT ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ചാറ്റ് GPT ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് ഗ്രോക്ക്. പേര് ഗ്രോക്ക്. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ആദ്യമായിട്ട് മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. കമ്പനിയുടെ പേര് ന്യൂറാലിങ്ക്. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നി യാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നി യാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ്. കപ്പലിന്റെ പേര് ഐക്കൺ ഓഫ് ദി സീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദി സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരം ആരാണ്? ഐക്കൺ ഓഫ് ദി സീസ് എന്ന പേര് നൽകിയത് ലയണൽ മെസ്സിയാണ്. 2024 ലോക സുന്ദരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2024 ലോക സുന്ദരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പിസ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയാണ് 2024 ലോക സുന്ദരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ലോകസുന്ദരി മത്സരത്തിന് വേദിയായത് മുംബൈയിലാണ്. 2024 ലോകസുന്ദരി മത്സരത്തിന്റെ വേദി ഏതായിരുന്നു? മുംബൈ. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. എത്രാമത്തേതാണ്? 32ാമത്തേത്. രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ്? രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം യെസ് വി ക്യാൻ എൻഡ് TB എന്നാണ്. യെസ് വി ക്യാൻ എൻഡ് TB. ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം 2024. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം ബീറ്റ് ലെപ്രോസി എന്നതാണ്. ബീറ്റ് ലെപ്രോസി. ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14 വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹം. ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14 വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് യൂറോപ്പ ക്ലിപ്പർ. ഉപഗ്രഹത്തിന്റെ പേര് യൂറോപ്പ ക്ലിപ്പർ. വിക്ഷേപിച്ചത് 2024 ഒക്ടോബർ 14. 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് COP30 വേദിയാകുന്ന രാജ്യം. 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീലില് ബെലേമാണ്. ബെലേം. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈനയാണ്. ചൈന. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ വ്യക്തി. ലോകത്തിലെ ഏറ്റവും വിദൂര സ്ഥലമാണ് പോയിന്റ് നെമോ. പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ. ബ്രിട്ടന്റെ ക്രിസ് ബ്രൗൺ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ആരാണ്? റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യനാണ് ഗാരി കാസ്പറോവ്.
ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം. ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം ഫിൻലാൻഡിനാണ്. ഫിൻലാൻഡ്. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഇന്ത്യയുടെ സ്ഥാനം 126. ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. സ്ഥാനം 143. ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ജെഫ് ബെസോസ് ആണ്. ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസ്. ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങളാണ് തിമോർ ലെസ്റ്റെ, കോമറോസ്. തിമോർ ലെസ്റ്റെ, കോമോറോസ് എന്നീ രാജ്യങ്ങളാണ് ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ. തിമോർ ലെസ്റ്റെ, കോമോറോസ്. നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് പൊക്കാറോ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മസ്ജിദ് സൗദി അറേബ്യയിലാണ്. മനുഷ്യനെ അരനൂറ്റാണ്ടിനു ശേഷം വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ദൗത്യം ആർട്ടമിസ്. ദൗത്യത്തിന്റെ പേര് ആർട്ടമിസ്. എവിടേക്കാണ്? ചന്ദ്രനിലെത്തിക്കുവാനുള്ള നാസയുടെ ദൗത്യമാണ് ആർട്ടമിസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസിയസ്. പേടകത്തിന്റെ പേര് ഒഡീസിയസ്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ആത്മകഥയുടെ പേര് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത്. 2024 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം. ഏപ്രിൽ 23 ലോക പുസ്തക പകർപ്പവകാശ ദിനം. പ്രമേയം റീഡ് യുവർ വേ എന്നാണ്. റീഡ് യുവർ വേ. യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്ത നഗരം സ്ട്രാസ്ബർഗ് ആണ്. ഫ്രാൻസില് സ്ട്രാസ്ബർഗ് ആണ് യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്ത നഗരം. ഫ്രാൻസില് സ്ട്രാസ്ബർഗ്. 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം. ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നത് ഏത് വർഷത്തെ ലോക ഭൗമദിനത്തിന്റെ പ്രമേയമാണ്? 2024 പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22. 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാൽ നക്ഷത്രം ഏതാണ്? 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാൽ നക്ഷത്രമാണ് ഡെവിൾ ധൂമകേതു അല്ലെങ്കിൽ 12P പോൺസ് ബ്രൂക്സ്. 12P പോൺസ് ബ്രൂക്സ്. 2024 ഏപ്രിലിൽ G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടന്ന രാജ്യം. 2024 ഏപ്രില് G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടന്ന രാജ്യം കാപ്രി ദ്വീപാണ്. ഇറ്റലിയിലെ കാപ്രി ദ്വീപ്. ഇറ്റലിയിലെ കാപ്രി ദ്വീപ്. കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന എൽഗോൺ പർവ്വതത്തിലെ കിതും ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം. കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന എൽഗോൺ പർവ്വതത്തിലെ കിതും ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം കെനിയയാണ്. കെനിയ. ഇറാന്റെ സഹായത്തോടെ നിർമ്മിച്ച ഉമ-ഓയ ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ്? ജലവൈദ്യുത പദ്ധതിയുടെ പേര് ഉമ-ഓയ ജലവൈദ്യുത പദ്ധതി. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്? ഇറാന്റെ സഹായത്തോടെയാണ്. എവിടെയാണ്? ശ്രീലങ്കയിലാണ്. ശ്രീലങ്ക. വിനോദസഞ്ചാരികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ നഗരം. വിനോദസഞ്ചാരികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യ നഗരമാണ് വെനീസ്. ഇറ്റലിയിലെ വെനീസ്.
ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം? ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ചത് റൊമാനിയ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പ്. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയറ്റ്. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയ മുഴുവൻ ക്വസ്റ്റ്യൻസും PSCയുടെ സ്പെഷ്യൽ 2024 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് തന്നിരിക്കുന്നതിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.